പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. റോബോട്ടിക്സുകളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ നിന്ന് ലഭിച്ച അറിവിനെ പ്രായോഗിക തലത്തിലെത്തിച്ച് സ്കൂളിലും കൂട്ടുകാർക്കിടയിലും താരമായി മാറിയിരിക്കുകയാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ അലക്സും കെവിനും. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ടിന്റെ വർക്കിംഗ് മോഡൽ അവതരിപ്പിച്ചാണ് തിരുമേനി സ്വദേശികളായ ഈ മിടുക്കന്മാർ വീട്ടിലും നാട്ടിലും ശ്രദ്ധേയരായിരിക്കുന്നത്. റോബോട്ടിക്സിനെ കുറിച്ച് വായിച്ചും പഠിച്ചും അറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന ചിന്തയാണ് കൂട്ടുകാരായ അലക്സും കെവിനും റോബോട്ടിൻ്റെ വർക്കിംഗ് മോഡലിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. ഒരു പഴയ ടോയ് കാറിൻ്റെ മോട്ടോറും റിമോട്ടും ഫോംഡ് PVC ഷീറ്റുകളും തെർമോക്കോളും LED ബൾബുകളുമാണ് റോബോട്ട് നിർമ്മാണത്തിനായി ഇവർ ഉപയോഗിച്ചത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ട് തങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിപ്പിക്കാമെന്നായപ്പോൾ സ്കൂളിലെ സയൻസ് എക്സിബിഷനിൽ അവതരിപ്പിച്ചു. സ്വന്തമായി റോബോട്ടിനെ നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ച ഇവർക്ക് കൂട്ടുകാരും അധ്യാപകരും വലിയ പ്രോത്സാഹനമാണ് നൽകിയത്. അപ്പോൾ ഇത് ഞങ്ങളുടെ റോബോട്ടാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 10ാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചൊരു കാര്യമാണ് ഇങ്ങനൊരു റോബോട്ട് ഉണ്ടാക്കണമെന്ന്. ആദ്യം ഞങ്ങൾ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതിങ്ങനെ ഓടുമെന്നത്. പിന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തത്. പിന്നെ ഇത് ഫുഡ് സെർവ് ചെയ്യും. നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഞങ്ങൾ സ്കൂള് ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾ ചെയ്തതായത് സംഭവം. അപ്പോൾ അതിന് നല്ലതായിട്ട് ഇത് പ്രവർത്തിച്ചു. ഞങ്ങൾ നല്ല വിജയം കൈവരിച്ചു. ഇത് പ്ലാസ്റ്റിക്, അങ്ങനെ കുപ്പികളുടെ അടപ്പ്, അങ്ങനെ ചെറിയ ഷീറ്റുകൾ, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. ഒരു 2 ആഴ്ച 3 ആഴ്ച. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് റോബോട്ടിനെ നിർമ്മിക്കാനുള്ള ശ്രമം വിജയിച്ചതോടെ റോബോട്ടിക്സിൽ കൂടുതൽ അറിവുകൾ നേടാനും പരീക്ഷണങ്ങൾ നടത്താനുമുള്ള തയ്യാറെടുപ്പിലാണ് തിരുമേനി സ്വദേശികളായ ഈ കൊച്ചുമിടുക്കന്മാർ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.